നിങ്ങൾ നോക്ക്, ഇത്തരത്തിൽ 50-ഉം 100-ഉം ആളുകളെ കൊണ്ടുപോകുന്ന പൊതുജനങ്ങൾ പോകുന്ന ഒരു യാത്ര സ്വീകരിക്കുന്ന ഒരു യാത്രാ മാർഗമാണ് പൊതുഗതാഗതം. ആ പൊതുഗതാഗതത്തിന്റെ ഗതിയാണ് ഇന്ന് കാണുന്നത്. ഈ നമ്മളെ ഗണേശനെ പോലുള്ള മന്ത്രിമാർ വന്നപ്പോൾ ഈ സമൂഹത്തിന് മാറ്റം വരുമെന്ന് നമ്മൾ കരുതി. അദ്ദേഹത്തിന്റെ പക്വതയും അദ്ദേഹത്തിന്റെ ഈ ഭരണ മികവും ഒക്കെ നമ്മൾ തെളിയിക്കപ്പെടുന്ന സമൂഹത്തിനാണ്. ഇപ്പോഴും ഈ ഗണേശനെ പോലുള്ള 1000 മന്ത്രിമാർ ഈ സമൂഹത്തിൽ വന്നാലും ഈ സമൂഹം മാറാൻ പോകുന്നില്ല എന്നുള്ള പൊതുജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് മുന്നോട്ട് പോകുന്നത് തെളിവാണിത്. നിങ്ങൾ നോക്കണം, ആക്രി വാഹനങ്ങളിൽ പോലും ഉപയോഗിക്കാത്ത ടയറുകളാണ് ഉപയോഗിക്കുന്നത്. ആക്രി വാഹനങ്ങൾ പോലും ഇത്തരത്തിലുള്ള ടയറുകൾ യൂസ് ചെയ്യില്ല. ഇത്തരത്തിലുള്ള ചെങ്കുത്തായ ചെരുവിലൂടെ കടന്നു വരുമ്പം ഇത്തരത്തിൽ ടയർ ഉപയോഗിച്ച അപകടം നടന്നില്ലെങ്കിൽ അത് അത്ഭുതമായി. 2020 മുതൽ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് കട്ടാണ്. ഇത്തരത്തിൽ 50-ഉം 100-ഉം ആളുകളെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്ന ഒരു വാഹനത്തിൽ ഇൻഷുറൻസ് പോലും ഇല്ലാതാണ് തൊരിയിൽ ഓടുന്നത്. ഇന്ന് നോക്ക് നിങ്ങൾ, ഈ ടയറിന്റെ അടിഭാഗങ്ങൾ വന്ന് പൊട്ടിപ്പിളരാൻ കാരണം ഇത് അത്രയും പഴക്കം ചെന്ന ടയറാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്ക്, അത് കഴിഞ്ഞ് വാഹനത്തിന്റെ നോക്ക്, കാരണം ഈ വാഹനത്തിന്റെ ഓയിൽ സീൽ പോയിട്ട് ഹൗസിംഗ് ലീക്കായി തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്, മാസങ്ങളല്ല വർഷങ്ങളായിട്ടുണ്ട്. ഇതുപോലും മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് പോലെ എത്രത്തിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ നോക്കണം. ഇതൊക്കെ പൊതുജനങ്ങളെ കൊണ്ടുപോകുന്ന വാഹനമാണ്. ഷോക്ക് അബ്സോർബറുകൾ പ്രവർത്തനമാണ് ഫ്രണ്ടിലെയും ബാക്കിലെയും. അതുപോലെ ആക്സിൽ ബോൾട്ട് അതൊക്കെ ലൂസായി കിടന്നിട്ടാണ്. ആക്സിൽ ബോൾട്ട് ലൂസായി കിടന്നാണ് ഈ അപകടത്തിന് കാരണമായിരിക്കുന്നത്. ജോയിന്റിൽ ഗ്രീസ് എന്ന് പറയുന്ന ഒരു സാധനം എന്താ, ഇത് പണ്ടം കണ്ട് വണ്ടി ഇറങ്ങിയപ്പോൾ ഉള്ളതാണ്. പ്രൈവറ്റ് ബസ്സിനകത്താണെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഗ്രീസ് അടിക്കുന്നത്. ഗ്രീസ് എന്ന് പറയുന്ന സാധനം എവിടെ, ഇത് വണ്ടി ഇറങ്ങിയപ്പോഴാണുള്ളതാണ്.